ബീച്ച് എന്ന് പറയും. മറീന ബീച്ച്. അതായത് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ടൂറായിട്ട് വരുന്ന ടൂറിസ്റ്റുകൾ ഇതാണ് പായ്ക്കപ്പൽ. പായ്ക്കപ്പലാണ്. പായെല്ലാം എടുത്തു വെച്ചാൽ ബ്രിട്ടൻ, ചൈന, ന്യൂസിലൻഡിൽ നിന്നൊക്കെ വന്ന് പായ്ക്കപ്പലുകളാണ്. മാസങ്ങളോളം കടലിൽ കിടന്ന് കാറ്റിലൂടെ വരുന്ന വാഹനങ്ങൾ. ഇതാണ് എം ജി ശ്രീകുമാറിന്റെ വീട്. ഈ കാണുന്ന അപ്പാർട്ട്മെന്റ് ആണ്. ഓരോ കമ്പനികൾക്കുള്ള കാറ്റുകളാണ്. ബോൾഗാട്ടി പാലസ് ഈ നേരെ കണ്ടത്. വെള്ളി നക്ഷത്രം, മൈബോസ്, ചന്ദ്രമുഖി, കാക്കി ചട്ടാന്ന് റിപ്പോർട്ട് സിനിമകൾ ഇവിടെ ഷൂട്ട് ചെയ്തത്. നമ്മൾ ഷിപ്പിന്റെ തൊട്ടടുത്ത് എത്തി കേട്ടോ. ഇവിടെ കയറി പോണ ചെമ്മീൻ, ഞണ്ട്, ജാതിക്ക, ഏലക്ക, കുരുമുളക്, തുണിച്ചാനങ്ങൾ ഇവിടെ കയറി. അപ്പൊ ഇന്നൊക്കെ വിദേശത്ത് നിന്ന് പറഞ്ഞാൽ ടോയ്സ് ഐറ്റംസ് ആണ്. ഇതിന്ന് പറഞ്ഞാൽ ഷിപ്പിന്റെ തൊട്ടടുത്തോടെയാണോ പോണേ. ഫുള്ള് കണ്ടെയ്നറുകൾ കയറ്റി വെച്ച് അടുക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ. ഇതുപോലത്തെ ഒരു ബോട്ടിലാട്ടോ നമ്മള് പൊക്കോണ്ടിരിക്കുന്നത്. സെയിം ബോട്ടിൽ തന്നെ. ഞങ്ങളിപ്പോ ഉള്ളത് എറണാകുളത്തെ മറൈൻ ഡ്രൈവിലാട്ടോ. മറൈൻ ഡ്രൈവ് നമ്മളൊരു ബോട്ട് എടുത്ത് കായലിന്റെ നടുക്കാണ് നിൽക്കുന്നത്. അപ്പൊ കായലിന്റെ നടുക്കിൽ നിന്നാണ് നമ്മൾ ഈ ഇൻട്രോ പറയുന്നത്. നല്ല അടിപൊളി ഒരു ബോട്ട് യാത്രയൊക്കെ ഉണ്ട് കേട്ടോ ഇതിനകത്ത്. മറൈൻ ഡ്രൈവിൽ നിന്നുള്ള ബോട്ട് സർവീസും അവിടുത്തെ ബോട്ട് സർവീസ് നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റും എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. നല്ലൊരു അടിപൊളി വീഡിയോ ആയിരിക്കും, എല്ലാവരും കാണുക. അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മളിത് മറൈൻ ഡ്രൈവിൽ വന്നു. ഇവിടെയാട്ടോ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തത്. മറൈൻ ഡ്രൈവിൻ്റെ തൊട്ട് ഫ്രണ്ടിലുള്ളൊരു ഏരിയ ആണിത്. ഫുള്ള് പാർക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു ഏരിയ കേട്ടോ. ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് അതുകൊണ്ട് ഇതിലാണ് മറൈൻ ഡ്രൈവിലേക്ക് കയറുന്നത് കേട്ടോ. മറൈൻ ഡ്രൈവിൻ്റെ എൻട്രിയിലേക്ക് കയറുമ്പോൾ തന്നെ നമ്മൾ ആദ്യം കാണുന്ന ഒരുപാട് ടോയ് ഷോപ്പുകളും ടീ ഷോപ്പുകളും ഹോട്ടലുകളും ഒക്കെയാണ് കേട്ടോ. ഭയങ്കര ഒരു ഭംഗിയിലെല്ലാം അങ്ങ് നിറഞ്ഞു നിൽക്കുവാണ് കേട്ടോ. നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് ആ എൻട്രി കൂടെ കയറുമ്പോൾ തന്നെ നേരെ ചെന്ന് കഴിഞ്ഞാൽ ഈ ബോട്ട് സർവീസിൻ്റെ ആ ഏരിയ എത്തും കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് നേരെ കയറുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും ഒരുപാട് ബോട്ടുകളൊക്കെ അവിടെ പാർക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരുപാട് വലിയ ബോട്ടുകളും ചെറിയ ബോട്ടുകളും പാസഞ്ചർ ബോട്ട് അങ്ങനെ എല്ലാ സർവീസും ഇവിടെ ഉണ്ട്. അപ്പം നമുക്ക് ഇഷ്ടമുള്ള ബോട്ട് സെലക്ട് ചെയ്യുക. നമ്മളൊരു ചെറിയ ബോട്ടാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഞങ്ങൾ രണ്ടുപേരും പിന്നെ ബോട്ട് ഓടിക്കുന്ന ആളുള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആ ബോട്ടിൻ്റെ അങ്ങോട്ടേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ വലിയ ബോട്ടുകളുണ്ടല്ലോ, നമ്മൾ ഈ പോകുന്ന ഈ വലിയ ബോട്ടുകളാണ് ഒരുപാട് ആൾക്കാരെ കൊണ്ട് പോണ ബോട്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ കയറി അതിൻ്റെ അപ്പുറത്താണ് ഈ പറഞ്ഞ ചെറിയ ബോട്ട് പാർക്ക് ചെയ്തേക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ കയറി അങ്ങോട്ടേക്ക് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ പോണ ബോട്ടല്ലേ? അതെ. ഇവിടെ കാലെടുത്ത് വെച്ചോ. ഞാൻ മുമ്പിൽ പോയി ഇവിടെ ഒറ്റ ഓടട്ടെ. എന്ത് പേടിയാണ്? 10 പേര് പോകുന്ന ബോട്ടിൽ നമ്മൾ 3 പേരല്ലേ ഉള്ളൂ. 10 പേരാണ് അത് കയറുന്നത്. 10 പേര് പോകുന്നു. നോർമൽ സ്പീഡ്, ഹൈ സ്പീഡ് അല്ല, ഹൈ സ്പീഡ്. അപ്പൊ അതേ നമ്മള് ബോട്ടിൽ കയറിയിരിക്കുവാണ്. അങ്ങനെ ഉണ്ട് ചേട്ടൻ്റെ വീട് എവിടെ? എൻ്റെ വീട് ചിറ്റൂർ. ചിറ്റൂരാ? ബോട്ടാറേ കൂട്ടുകാരെ പറഞ്ഞു. ഞാൻ പണിക്കാരനാണ്. അപ്പൊ ചെലവുണ്ട്. നല്ല ചെലവാണ്, ഫുൾ ചെലവാണ്. ഞങ്ങൾക്ക് 2 പേർക്ക് ചെലവ് ചെയ്യണം. അങ്ങനെയില്ല. വരുമോ ഇവിടെ തന്നെയാ. വൈകുന്നേരം ആട്ടോ ഈ ബോട്ടിൽ പൊക്കോണ്ടിരിക്കണം. അതുകൊണ്ട് തന്നെ ഒരുപാട് വെയിലിൻ്റെ ഒരു ഭയങ്കര ചൂടൊന്നും വരുന്നില്ല. നമുക്ക് അത്യാവശ്യം കടലിൻ്റെ നല്ല തണുത്ത കാറ്റൊക്കെ അടിച്ച് നമുക്ക് അങ്ങോട്ട് നല്ല എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു ക്ലൈമറ്റാണ് നമ്മൾ എടുത്തേക്കുന്നത് കേട്ടോ. ഇല്ല, വൈകുന്നേരം സമയം രാത്രിയാണ് കൂടുതലും ചൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ എടുക്കുമ്പം കൂടുതലും വെയിലൊന്നും ഇല്ലാത്ത നല്ലൊരു സൺസെറ്റ് കാണാൻ പാകത്തിന് ആ ഒരു ടൈമിൽ പോവുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ കേട്ടോ.
നമ്മൾ ചൂസ് ചെയ്യുന്ന ബോട്ട് പോലെ ഇരിക്കും കേട്ടോ പോകുന്ന സർവീസ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. നമ്മളിപ്പോൾ വലിയ ബോട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് കടലിനോട് ഇത്ര അങ്ങ് ചേർന്ന് പോകാൻ പറ്റില്ല, ഹൈറ്റിലൊക്കെ ആയിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ ഒരുപാട് ആൾക്കാരും കാണും. ഇതാകുമ്പോൾ നമ്മൾ 3 പേരാകെ ഉള്ളൂ. പക്ഷേ ഈ ചെറിയ ബോട്ടുമായിട്ട് നമ്മൾ ഈ വെള്ളത്തിനോട് ചേർന്നാണ് പോകുന്നത്. കൈയൊക്കെ താഴത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ വെള്ളത്തിൽ മുട്ടിപ്പോകില്ല, അത്ര ഒരു ഹൈറ്റിൽ നിന്നാണ് നമ്മൾ ഈ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എൻജോയ്മെൻ്റ് ഒക്കെ ഒരു വേറെ ഫീലാണ്. നമുക്ക് പോകുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളമൊക്കെ നമ്മുടെ മേത്തേക്ക് ഇങ്ങനെ തെറിച്ച് ചാടിക്കൊണ്ടൊക്കെ ഇരിക്കും. അപ്പോൾ അതൊക്കെ ഒരു നല്ലൊരു ഫീലാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു ചെറിയ ബോട്ട് സെലക്ട് ചെയ്തത് കേട്ടോ. രാവിലെ 9 മണിക്ക് വൈകുന്നേരം 6:30 വരെ. രാത്രി കാലങ്ങളിൽ മീൻ പിടുത്തുണ്ടോ? പകല് കുറവായിരിക്കും. രാത്രി എന്ന് പറയുമ്പോൾ ഇപ്പോൾ കടലിലേക്ക് വെള്ളം പോയിക്കൊണ്ടിരിക്കും. നമ്മൾ ബോട്ടിൽ പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ ഒരുപാട് ചെറിയ ചെറിയ മീനുകൾ ജമ്പ് ചെയ്യുന്ന നമുക്ക് കാണാൻ സാധിച്ചു കേട്ടോ. പക്ഷെ അത് നമുക്ക് ക്യാമറ കിട്ടിയില്ല. ിരിക്കുന്നത് വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലിലേക്കാണോ? നമ്മൾ നേരെ കാണുന്നതാണ് ഷിപ്പിൽ കണ്ടെയ്നർ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സൈഡ് ഫുള്ള് കണ്ടൽക്കാടുകളാണ് കേട്ടോ. നല്ല പച്ചപ്പായിട്ട് ഈ കായലിലേക്ക് ഇങ്ങോട്ട് തള്ളി നിൽക്കുവാണ്. നല്ല അടിപൊളി കേട്ടോ. ആ ഒരു ഏരിയ ഫുള്ള് ഈ ഇങ്ങനെ കണ്ടൽക്കാടുകളായിട്ട് സംരക്ഷിച്ച് പോകുന്ന ഒരു ഏരിയ കേട്ടോ. നമ്മളപ്പോൾ ഷിപ്പിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട്. കണ്ട ഷിപ്പിലേക്ക് ഫുള്ള് ഓരോ കണ്ടെയ്നറും വെച്ച് അടുക്കി വെച്ച് ലോഡാക്കുന്നതാണ്. ഉള്ളിലോട്ട് വരുന്തോറും ഇതിന്റെ ഫോഴ്സ് കൂടിക്കൊണ്ടിരിക്കുക അങ്ങനെ പോകണേ. ഓരോരോ കണ്ടെയ്നറുകളും കൊണ്ടുവന്ന് കറക്റ്റായിട്ട് അടുക്കി വെക്കുന്ന കേട്ടോ. ഫുള്ള് മെഷീനാണ് കേട്ടോ. ആ മെഷീനില്ല, ആ ക്രെയിൻ അത് മാഗ്നറ്റിൻ്റെ ആണ് കേട്ടോ പറഞ്ഞത്. ഇത് നമ്മളിപ്പോൾ കാണുമ്പോൾ ഈ കണ്ടെയ്നർ ചെറിയ പെട്ടി പോലെയല്ലേ തോന്നുന്നത്. പക്ഷേ ഇത് ആക്ച്വലി നമ്മൾ റോട്ടിൽ കൂടെയൊക്കെ കണ്ടെയ്നർ കൊണ്ടുപോകുന്നില്ലേ, 8-10 വീലുള്ള ലോറികളിൽ കൊണ്ടുപോകുന്ന ആ സെയിം കണ്ടെയ്നർ കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നോക്കിക്കഴിയുമ്പോൾ അത് വലിപ്പം വളരെ ചെറുതായിട്ടാണ് തോന്നുന്നത്. ഷിപ്പിന് നല്ല വലിപ്പമുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഷിപ്പാണിത്. അപ്പോൾ അതിനകത്തേക്കാണ് ഈ സെയിം സാധനം കൊണ്ടുവന്ന് ഇങ്ങനെ അടുക്കി വെക്കുന്നത്. അപ്പോൾ നമ്മളിത് കടലിൽ കൂടെ പോകണ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും, ചെറിയ ചെറിയ തീപ്പെട്ടി അടുക്കി വെച്ചേക്കുന്ന പോലെ ആയിരിക്കും ഈ കണ്ടെയ്നർ ഫുള്ള് ഷിപ്പിനകത്ത് ഇരിക്കുന്നത് കാണാൻ സാധിക്കുന്നത്. അത്രയും വലിയ ഷിപ്പാട്ടോ. ഇതിപ്പം ഇവിടെ നിന്ന് എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഓരോന്ന് അടുക്കിക്കൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. ഇവിടെ നിന്ന് എക്സ്പോർട്ടും ഇമ്പോർട്ടും എല്ലാം ഇവിടെ ഉണ്ട്. ഇത് കണ്ടോ, ഈ ഷിപ്പിനകത്തേക്കാണല്ലോ ഈ സാധനം കൊണ്ടുപോയി വെക്കുന്നത്. അപ്പോൾ ഇത് ലോഡാക്കി വെക്കുന്നതാണ്. ഇത് വേറൊരു ഷിപ്പാണ് കേട്ടോ. അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ വന്ന് കിടക്കുന്നതാണ്. ഇത് രണ്ടും വന്നിട്ട് ഒത്തിരി ആയിട്ടില്ലെന്നാണ് ചേട്ടൻ പറഞ്ഞത്. ഷിപ്പിൻ്റെ തൊട്ടടുത്തെത്തി കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ക്യാമറയിൽ ഷിപ്പ് ഫുള്ളായിട്ട് കിട്ടില്ല. അടുത്ത് വന്നു കഴിഞ്ഞാൽ ഷിപ്പ് ഫുള്ളായിട്ട് കിട്ടണമെങ്കിൽ നല്ല ഡിസ്റ്റൻസിൽ പോയി നിന്നാൽ മാത്രമാണ് ഈ ഷിപ്പ് നമുക്ക് ഫുള്ളായിട്ട് കവർ ചെയ്യാൻ പറ്റുള്ളൂ. ദുബായിൽ നിന്നൊക്കെ വിദേശത്ത് നിന്ന് പറഞ്ഞാൽ ടോയ്സ് ഐറ്റംസ് ആണ്. ചൈനയുടെ കുറേ ടോയ്സ് ഐറ്റംസ്, വണ്ടികൾക്കുള്ള സ്പെയർ പാർട്സുകൾ, കമ്പ്യൂട്ടറിൻ്റെ സ്പെയർ പാർട്സുകൾ, ടൈല്, ഇതൊക്കെ ഇവിടെ വന്നിറങ്ങും. നമ്മുടെ ഇവിടെ നിന്ന് കയറി പോകണ കണ്ടെയ്നർ ടെർമിനലിൽ കയറി പോകണതാണ് 2 ചെമ്മീൻ, ഏലക്ക, കുരുമുളക്, ജാതിക്ക, ഇത്തരങ്ങൾ കുരുമുളകൊക്കെ ഇവിടെ നിന്നാണ് കയറി പോകണം. അങ്ങനെ ഒരു വ്യക്തി സാധനങ്ങൾ ഇതിപ്പോൾ ഈ 2 ഷിപ്പ് ഇവിടെ വന്നിട്ട് കുറേ ദിവസമായോ? ഇല്ലില്ല, ഇന്നലെ
വന്നേനെ. ഇന്നലെ വന്നോ? ഇത് ഇന്ന് വന്നാ ആ ഉച്ചക്കെത്തിയാണ്. ആണല്ലേ. പിന്നെ എന്താ ദിവസം കൊണ്ട് ഇറങ്ങി മണിക്കൂറുകളായിട്ട് ഇറങ്ങിയിട്ട് പോകും. എക്സ്പോർട്ട് ചെയ്യുന്നതും കണ്ടെയ്നറെ കൊണ്ടുവന്ന് ഷിപ്പിലേക്ക് ലോഡ് ചെയ്യിക്കുന്ന കാഴ്ചകളും അങ്ങനത്തെ കാഴ്ചകളൊക്കെയാണ് നമുക്ക് വല്ലാപ്പാടം കണ്ടെയ്നർ ടെർമിനൽ വന്നു കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നത്. അതിപ്പോൾ ഷിപ്പുകൾ വന്നു കഴിഞ്ഞാലാണ് കേട്ടോ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ ഷിപ്പ് ഒന്നും ഇല്ലാതെ കണ്ടെയ്നറൊക്കെ പുറത്ത് അടുക്കി വെച്ചേക്കുന്നതായിരിക്കും കാണുന്നത്. അപ്പോൾ ഷിപ്പ് വന്ന ദിവസങ്ങളിലാണ് നമുക്ക് ഷിപ്പിലേക്ക് ഇങ്ങനെ ലോഡ് കയറ്റുന്നതും ഇറക്കുന്നതും ഒക്കെ കാണാനായിട്ട് സാധിക്കുള്ളൂ. ഈ ഷിപ്പിൽ വന്നേക്കുന്ന കണ്ടെയ്നറുകൾ ഫുള്ള് മണിക്കൂറുകൾ കൊണ്ട് ഇറക്കി കഴിയുന്നതാണ്. ഇത് ഇറക്കുന്നത് ഫുള്ള് മാഗ്നറ്റ് വെച്ച ക്രെയിനാണ് കേട്ടോ. സംരക്ഷിക്കുന്നതല്ലേ? ഏത് ആ അമ്പലം പോലെ കണ്ടില്ല അതല്ലേ? അതെ, ഈ ആദ്യം കാണുന്ന ബിൽഡിംഗ്. അതിന്റെ അപ്പുറത്ത് കാണാൻ താജ് മലബാർ 5 സ്റ്റാർ ഹോട്ടൽ. ആദ്യം കാണുന്നത് എന്താന്ന് പറഞ്ഞത്? കൊച്ചിൻ കൺട്രോൾ റൂമിന്റെ ഓഫീസാണ്, ഹോട്ടലിന്റെ കൺട്രോളാണ്. ഓക്കെ ഓക്കെ. അതിന്റെ അപ്പുറത്ത് കാണാൻ താജ് മലബാർ 5 സ്റ്റാർ ഹോട്ടൽ. വില്ലിംഗ്ടൺ ഐലൻഡാണ്. 1000 ഏക്കർ നികത്തിയെടുത്ത ഐലൻഡ്. ബ്രിട്ടീഷിന്റെ ഭരണകാലത്ത് നികത്തിയെടുത്ത ഒരു ഐലൻഡാണ്. ഒരുപാട് ആളില്ലല്ലോ അപ്പൊ. അടിപൊളിയാട്ടോ, സൂപ്പർ. എനിക്ക് പേടിയായിരുന്നു, പക്ഷെ കിടിലൻ എക്സ്പീരിയൻസാ. നല്ല രസമുണ്ട്, നല്ല ക്ലൈമറ്റ്, വെയിലൊന്നും ഇല്ലാത്തോണ്ടേ. ഇതൊക്കെ മറൈൻ ഡ്രൈവിന് സർവീസ് ഉള്ള ബോട്ടുകളാണല്ലോ. അതൊക്കെ ചേട്ടൻ്റെ ഒക്കെ തന്നെയാണോ? അപ്പൊ സിനിമയൊക്കെ ഷൂട്ട് ചെയ്യുന്നത് എവിടെയാ? പറഞ്ഞുതരാം. ഇത് മറൈൻ ഡ്രൈവിൽ നിന്ന് തന്നെ വരുന്ന ബോട്ടാണ്. ഇത് പെർ ഹെഡ് 100 സ്റ്റാർട്ടിംഗ് എന്ന് തോന്നുന്നു കേട്ടോ. ഇതിപ്പോൾ ഒരുപാട് ഫാമിലീസൊക്കെ ഈ ബോട്ടിൽ കാണും. നല്ല വെറൈറ്റി ഒരു എക്സ്പീരിയൻസ് ആട്ടോ ഇതുപോലത്തെ ചെറിയ ബോട്ടിൽ കൊച്ചി കായലിക്കൂടെ ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നടക്കാനായിട്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പറ്റുന്നവർ. നമ്മൾ റോഡിൽ കൂടെ പോകുന്ന പോലെയല്ലോ, നമ്മൾ കായലിക്കൂടെ പോകുമ്പോൾ ഉള്ള കാഴ്ചകളെല്ലാം വ്യത്യസ്തമായിരിക്കും. ലുലു കൺവെൻഷൻ സെന്റർ കൊച്ചിയിലെ ബോൾഗാട്ടി. ഹയാത്ത് ഹോട്ടൽ. ഏത്? ഹയാത്ത്. ഇത് ഹയാത്ത്. മറ്റേത് കൺവെൻഷൻ സെന്റർ. അത് കൺവെൻഷൻ സെന്റർ. അത് കൺവെൻഷൻ സെന്റർ. ഇത് ഹയാത്ത് ഹോട്ടൽ. ഹൗസ് ബോട്ടല്ലേ? അത് ഇവിടുത്തെ ഗസ്റ്റുകാരനാണ്. ഏത് ബോൾഗാട്ടി? ഹയാത്തിലെയാ? പാസ്പോർട്ട് രണ്ടും ഹയാത്തിൻ്റെയാണ്. ഹയാത്തിൽ വന്ന ഗസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള 2 ഹൗസ് ബോട്ടാണ് കേട്ടോ. ഇത് നമുക്ക് അല്ലാത്തവർക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഹയാത്തിലെ ഗസ്റ്റുകൾക്ക് മാത്രമുള്ള ഹൗസ് ബോട്ടാണ്.
25,000 രൂപ. ആ. ആണ് ബോൾഗാട്ടി പാലസ് ഈ നേരെ കണ്ടത്. വെള്ളി നക്ഷത്രം, മൈബോസ്, ചന്ദ്രമുഖി, കാക്കിച്ചാറ്റാന്ന് നിറപ്പൂത്ത് സിനിമകൾ ഇവിടെ ഷൂട്ട് ചെയ്തത്. ആ പാലത്താലത്ത് ദിലീപിന്റെ വീടാണ് ഈ കൊട്ടാരം. ഇതിനകത്ത് കേറാൻ പറ്റില്ലേ? കേരളം നമുക്ക് അപ്പുറത്തടുത്തൊക്കെ വന്ന ഐസ്ക്രീം മേടിക്കാം, ബിയർ മേടിക്കാം, ഹോട്ടലിൽ വന്നിരുന്ന ഐറ്റിനൊക്കെ പോവാം. ഇത് കേരള സർക്കാരിന്റെ 3 സ്റ്റാർ ഹോട്ടലാണ് KTDC. ഓ ഹോട്ടലാക്കില്ലേ ഇത്? ഓക്കെ ഓക്കെ. തൃശ്ശൂർ പണിതൊരു കൊട്ടാരമാണ്. അങ്ങനെ തന്നെ നിലനിർത്തി തന്നെ അല്ലേ? അന്ന് കൊച്ചി രാജാവിന് കടൽ കണ്ടിരുന്ന് ആസ്വദിക്കാൻ വേണ്ടി പണിതായിട്ടാണ് പൂർവികന്മാർ പറയുന്നത്. രാജഭരണം പോയി കഴിഞ്ഞപ്പോൾ അത് പ്രൈവറ്റ് സ്ഥാപനത്തിലേക്ക് മാറി. ബോൾഗാട്ടി പാലസും പാലസിന്റെ പരിസരമാട്ടോ. പാലസിന്റെ കോമ്പൗണ്ടും ഫുള്ളാണ്. ബീച്ചിനോട് ചേർന്ന് അല്ലേ? സൂര്യാസ്തമയം കറക്റ്റ് പാലസിൽ നിന്ന് കാണാം അല്ലേ? മരം ഇതിൽ എന്നെ വണ്ണോ നോക്കിയതിൻ്റെ എന്താ മരത്തിൻ്റെ മറ്റേ തടി നോക്കി കഴിഞ്ഞാൽ അറിയാം ഇതിൻ്റെ ഒരു പഴക്കം. തടിയൊക്കെ അങ്ങനെ അന്യായ വ്യൂ അല്ലേ? ബോൾഗാട്ടി പാലത്തിന്റെ കോമ്പൗണ്ട് ഫുൾ അടിപൊളിയല്ലേ? റിസോർട്ട് പോയി മറീന ബീച്ച് എന്ന് പറയും. മറീന ബീച്ച് അതായത് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ടൂറായിട്ട് വരുന്ന ടൂറിസ്റ്റുകൾ വന്നാണ്. ഇതാണ് പായ്ക്കപ്പൽ. പായ്ക്കപ്പലാണ്. പായലെടുത്ത് വെച്ചാൽ ബ്രിട്ടൻ, ചൈന, ന്യൂസിലൻഡിൽ നിന്നൊക്കെ വന്ന് പായ്ക്കപ്പലുകളാണ്. മാസങ്ങളോളം കടലിൽ കിടന്ന് കാറ്റിലൂടെ വരുന്ന വാഹനങ്ങൾ. അവർ വന്നു കഴിഞ്ഞാൽ അവർക്ക് എടുത്ത സ്ഥലമാണ്. ഈ സ്ഥലത്തിൻ്റെ പേരാണ് മറീന ബീച്ച്. ഈ ഒരു സ്ഥലത്തിന് പറയുന്നതല്ല, ഈ ഒരു സ്ഥലത്തിന് പറയുന്ന മരീന ബീച്ച് എന്നാണ്. ആ ബിൽഡിംഗ് എന്താ? ഹോട്ടലാണ്. ഹോട്ടലാ? ലണ്ടനിൽ നിന്ന് വന്നേക്കാണ്. ലണ്ടൻ മാസങ്ങളോളം കടലിൽ കിടന്ന് വരികയാണ്. ഇത് ന്യൂസിലൻഡിൽ നിന്ന് വന്നേക്കാണ്. ഇതല്ല ന്യൂസിലൻഡ്. ഓരോ രാജ്യത്തു നിന്ന് വന്നേക്കാണ്. ടൂറായിട്ട് വന്നേക്കാണ്. ഫാമിലി ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും ഫാമിലി ആയിട്ടാണ്. ചിലപ്പോ കപ്പിൾസ് ആയിട്ട് വരും. ഇതാണ് കൊച്ചിയുടെ മറീന ബീച്ച്. വേറെ ബോട്ടുകളും അങ്ങനെ പാർക്ക് ചെയ്യാൻ സമ്മതിക്കില്ല. വേറെ ബോട്ടൊന്നും വരില്ല, അവിടെ ഇടയില്ല. അവർക്കിടെ ബോട്ട് സുരക്ഷിതമായിട്ട് ഇടാൻ വേണ്ടിയാണ് ഈ സ്ഥലം. അവിടെ സ്ഥലം നിങ്ങൾ ബോട്ട് മാറ്റി കിട്ടും. ഒറ്റക്ക് ഒരാൾ വന്നേക്കണം. ഒറ്റക്ക് ഒരാൾ വിദേശത്ത് വന്നേക്കണം. ഇതാണ് MG ശ്രീകുമാറിന്റെ വീട്. ഈ കാണുന്ന എന്നോട് ചോദിച്ചില്ലേ, MG ശ്രീകുമാറിന്റെ വീട് ഇതല്ലേ? ഓ കായലിൽ തന്നെ അല്ലേ? തൊട്ടടുത്ത്. പുള്ളിക്ക് കൊച്ചിയിൽ ഈ ഒരു വീടുള്ളോ? ബാക്കി ഇവിടെ ഒരു വീട്. പിന്നെ തൃപ്പൂണിത്തുറ പുള്ളിയുടെ ജന്മനാടാണല്ലോ. അപ്പൊ ഇതാണ് നമ്മുടെ MG ശ്രീകുമാറിന്റെ വീട് കേട്ടോ. ഇത് കൊച്ചി കായലിന്റെ തൊട്ടടുത്ത്, തൊട്ട് മുമ്പിൽ കായൽ കയറി കിടക്കുക. കടലിവിടെ അടുത്തുള്ള കാലം വരെ ഈ ഭാഗത്ത് നിന്ന് വെള്ളം കയറുന്നത്. ഇവിടുന്ന് ഒരു 5 കിലോമീറ്റർ അപ്പുറത്തെ മുങ്ങോളൂ. ചിറ്റൂരി, മൂലമ്പള്ളി, പെടല, കടമക്കുടി, ചെയ്യുന്നൂർ, ചരിയത്തൂർ, താറു. കാരണം കടലിലേക്ക് വെള്ളം വന്ന് നേരെ ആണ് വരും. നേരത്തെ ജി ഫ്ലാറ്റ്
ഡിപ്പാർട്ട്മെന്റ് ആണ്, ഓരോ കമ്പനികൾക്കുള്ള ഫ്ലാറ്റുകളാണ്. അപ്പൊ അത് കുറിയങ്കര പ്രത്യേകിച്ച് ഇങ്ങനെ ഓരോ കമ്പനികളുടെ ഫ്ലാറ്റുകളാണ് ഈ കാണുന്നത്. ചില ദിവസം കൂടെ കാണാം, 2 ദിവസം കൂടെ ഉണ്ടോ. കൊച്ചിയിലെ കായൽ തീരത്ത് ചേർന്ന് നിൽക്കുന്ന ഫ്ലാറ്റുകളാണോ ഇത് മുഴുവനും? അവിടെ ദൂരം നോക്കി ഫുള്ള് കായലിനോട് ചേർന്നാട്ടോ ഫ്ലാറ്റ് നോക്കി കഴിഞ്ഞാൽ സൂര്യാസ്തമയം കാണാം. അതുപോലത്തെ ഒരു വ്യൂ. എന്താ ബിൽഡിംഗ് അത്? ഇത് നേവിയുടെ അല്ലേ? ഇഷ്ടപ്പെട്ട 82, 81, 290, 432 നടേശൻ. ഇതുപോലത്തെ ബോട്ടിംഗ് സർവീസ് ആണ് ചേട്ടനെ വിളിച്ചാൽ മതി. എവിടെ വേണമെങ്കിലും പോകാം. ബേക്ക്വാട്ട് വേണമെങ്കിൽ പോവാം. ബേക്ക്വാട്ട് പോയി നല്ല സീനറിയൊക്കെ കിട്ടും. ഫോട്ടോ എവിടെ നിന്നാണ് പോകണം? ഇവിടെ തന്നെ പോകാം. കടമുക്കുടി, വേണ്ട, ചേന്നൂർ, ചരിയന്തുരുത്ത്, വരാപ്പുഴ എന്നീ ഭാഗത്തൊക്കെ ഇറങ്ങി വരാം. മണിക്കൂറുകൾ കൂടും. അവിടെ ആകുമ്പോൾ ചെറിയ ചെറിയ തോടുകളുണ്ട്. നല്ല ഫോട്ടോസൊക്കെ എടുത്തു വരാം. വൈകുന്നേരം ആകും തോറും സ്കൈയുടെ കളറൊക്കെ മാറി സ്കൈയുടെ വേറൊരു വ്യൂ ആണ്. ഇപ്പം നമുക്ക് സൺസെറ്റ് കിട്ടുമല്ലോ, കാർമേഘമൊക്കെ കയറിയിട്ട് സൂര്യൻ അങ്ങോട്ട് മറിഞ്ഞിരിക്കുകയാണ്. എന്നാലും നല്ലൊരു ഫീലാണ് ആകാശം കാണാനായിട്ട്. നമുക്ക് സൺസെറ്റ് കിട്ടിയില്ലെങ്കിൽ നല്ല അടിപൊളി ഒരു വ്യൂവിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടോ. നല്ല കിടിലം വ്യൂ. ഇതുപോലത്തെ ഒരു ബോട്ടിലാട്ടോ നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത്. സെയിം ബോട്ടിൽ തന്നെയാണ്. മറൈൻ ഡ്രൈവിൽ എത്താറായിട്ടുണ്ട്. ആണ് നമ്മൾ ബോട്ടിംഗ് സർവീസ് സ്റ്റാർട്ട് ചെയ്തോ. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് അവിടെ തന്നെ എത്തിയിട്ടുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു ബോട്ടിംഗ് സർവീസ്? അടിപൊളിയായിരുന്നു, സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഇതിന് മുമ്പ് കയറിയിട്ടുണ്ടോ? ഇല്ല, ഫസ്റ്റ് ടൈം കയറാൻ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. പക്ഷെ കയറി കുറച്ച് പോയി കഴിഞ്ഞപ്പോ കിട്ടുമായിരുന്നു, പെട്ടെന്ന് തീർന്നു പോയല്ലേ. ഭയങ്കര രസം. അരമണിക്കൂറിന് 700 രൂപ അല്ലേ? 700. നമ്മളിപ്പം അത്യാവശ്യം 1 മണിക്കൂർ പോയല്ലേ? ക്ലൈമറ്റ് സൂപ്പർ ആയതുകൊണ്ടേ ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റി. വെയിലൊന്നും ഇല്ലാത്തതുകൊണ്ട്. വൈകുന്നേരം സമയമല്ലോ അല്ലേ? നല്ലൊരു തിരിച്ചു വന്നപ്പോ നല്ല തണുത്ത കാറ്റായിരുന്നു. അതെ, 4 മണി വിളിച്ചിങ്ങൾ വന്നാൽ നല്ല 5:30 മണിക്ക് സൺസെറ്റ് കിട്ടുവാണോ അതും അടിപൊളിയായിട്ട് കാണാം അല്ലേ? പിന്നെ ചേട്ടൻ അടിപൊളി കമ്പനി ആയതുകൊണ്ട് നമ്മളെ ബോറടിപ്പിച്ചൊന്നുമില്ല. ഫുൾ ടൈം ഓരോ ചേട്ടനോ എല്ലാ സ്ഥലത്ത് ചെന്നപ്പോഴും ആ സ്ഥലം ഏതാന്നും എല്ലാ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞു തന്നോ. കിട്ടുമായിരുന്നു. എല്ലാരും ട്രൈ ചെയ്യണം എറണാകുളത്ത് വരുമ്പോ. മറ്റേ എനിക്ക് തോന്നുന്നു നമ്മള് വലിയ ബോട്ട് എടുക്കണേക്കാളും നല്ലത് ഇതാണ്. മറ്റേതിൽ കൂടുതൽ ആൾക്കാരുള്ളതുകൊണ്ട് നമുക്ക് അത്രയ്ക്ക് കൂടുതൽ കുറച്ചും കൂടെ ഇതാകുമ്പോ ചെറിയ ബോട്ടാകുമ്പോ നിങ്ങൾക്ക് ഫാമിലി ആണെങ്കിൽ നിങ്ങൾക്ക് എൻജോയ് ചെയ്ത് പോവാം. പിന്നെ കടലിനോട് കുറച്ചുകൂടെ ചേർന്ന് പോവാം അല്ലെ? വെള്ളത്തിനോട് മാത്രമല്ല, നമ്മൾ ഈ ചെറിയ ബോട്ട് പോകുമ്പോ കര ചേർന്ന് എല്ലാ സ്ഥലങ്ങളും നിർത്തി സ്ലോ ചെയ്ത് ഫോട്ടോസ് ഒക്കെ എടുത്ത് നിങ്ങളെ ഹാപ്പി ആയിട്ടാണ് കൊണ്ടുവരുന്നത്. ചിലപ്പോൾ 5 മിനിറ്റ് കൂടും, അതിന് എക്സ്ട്രാ പൈസ ഒന്നുമില്ല. ഓക്കെ. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത് ചെറിയ ബോട്ടാണ് അല്ലേ? നമ്മളിങ്ങനെ കൈ തൊട്ട് കഴിഞ്ഞാല് കടലിൽ തൊടും എന്ന രീതിയിലാണ് നമ്മൾ ഈ ചെറിയ ബോട്ടിൽ പോകുന്നത്. വെള്ളത്തിൽ കൈയിട്ട് പോകാം. വെള്ളത്തിൽ കൈയിട്ട് പോണ രീതിയിൽ നമുക്ക് പോകാം. നല്ല അടിപൊളി സീനറി അല്ലേ? വൈകുന്നേരം നല്ല അടിപൊളി സൺസെറ്റിന്റെ ഒക്കെ നല്ല പാറ്റേൺ സ്കൈയൊക്കെ. അതെ, സ്കൈയൊക്കെ ഇത്രയും ഒന്നും ഇല്ലാതെ കാണുമ്പോഴൊക്കെ ഇല്ല ഇപ്പഴല്ലേ? രാവിലെ നല്ലതാണ്. രാവിലെ കായൽ സൈലന്റ് ആണ്. ഇപ്പിച്ചിരി അനക്കമൊക്കെ ഉണ്ടാവും വെള്ളത്തിൽ. മറ്റേത് അനങ്ങാതെ എങ്ങനെ നടക്കൂല. സൈലന്റ് ആണ്, കായൽ ഭയങ്കരൊക്കെ ഇരിക്കും. രാവിലെ ഒരു 9 മണിക്കോ 8 മണിക്കോ വന്നാൽ നല്ല സൈലന്റ് ആണ്.
അപ്പൊ നമുക്ക് കൂടുതൽ സ്ഥലവും കൂടി നമുക്ക് കവർ ചെയ്യാൻ പറ്റും. മറ്റുള്ള ബോട്ടുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ മറ്റുള്ള ബോട്ടുകളുടെ ശല്യവും കാര്യങ്ങളൊന്നും ഉണ്ടാവും. മട്ടാഞ്ചേരി ആ ഭാഗത്തൊക്കെ പോകാൻ പറ്റും. മട്ടാഞ്ചേരി ഇപ്പൊ ഒരു 3 മണിക്കൂർ ട്രിപ്പ് എടുക്കുകയാണെങ്കിൽ മട്ടാഞ്ചേരിക്ക് പോവാം. അവിടെ ഒരു 30 മിനിറ്റ് ഇറങ്ങാം. മട്ടാഞ്ചേരി ഡച്ച് പാലസ് ഉണ്ട്, സിനോവ ഉണ്ട്, പോലീസ് മ്യൂസിയം ഉണ്ട്, വാർപ്പുണ്ട്. മട്ടാഞ്ചേരി എന്ന് പറഞ്ഞ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്. അവിടെ ഇറങ്ങിയതിന് ശേഷം തിരിച്ചു ബോട്ടിൽ കയറാം. തിരിച്ചു ബോട്ടിൽ കയറിയതിനു ശേഷം ആ വഴി ഫോർട്ട് കൊച്ചി ഇറങ്ങിയിട്ട് ചൈനീസ് ഫിഷ് നെറ്റ്, ഡോൾഫിൻ ഏരിയ, അറേബ്യൻ സീ എൻട്രൻസ്, വൈപ്പിൻ ഐലൻഡ്, പല്ലാർപാറം കണ്ടെയ്നർ ടെർമിനൽ, ബോസ്രി പാലം, MA യൂസഫിലെ ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്റർ, അയാത്ത്, ബോൾഗാട്ടി പാലസ്, മറീന ബെർത്ത് പോകുന്ന വഴി തിരിച്ചു പോരുന്ന വഴി MG ശ്രീകുമാറിന്റെ വീട് കണ്ട് ഈ കാണുന്ന ഫ്ലാറ്റുകൾ കൊടുത്തിട്ട് അവരെ നമ്മൾ വളരെ ഹാപ്പി ആയിട്ട് 3 മണിക്കൂറുണ്ട് ഇപ്പൊ നമ്മൾ എറണാകുളത്ത് ഇറക്കി. ഇതൊക്കെയായിരുന്നു കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമ്മുടെ മറൈൻ ഡ്രൈവിൽ വന്നിട്ട് നമ്മുടെ അവിടുത്തെ ബോട്ട് സർവീസ് നമ്മളെ യൂസ് ചെയ്ത് എങ്ങനെയുണ്ടെന്നുള്ളതാണ്. അപ്പം നമ്മുടെ വീഡിയോയിൽ ഫുള്ള് കണ്ടല്ലോ, നല്ല അടിപൊളിയാണ്. നല്ല ഫുള്ള് നമുക്ക് ആ കായൽ കയറി കിടക്കണം, ഫുള്ള് അവിടെ ഉള്ള കാഴ്ചകൾ മുഴുവനും നമുക്ക് ഒപ്പിയെടുക്കാൻ പറ്റും. അത് നമ്മൾ ചെറിയ ബോട്ടാണ് നമ്മൾ യൂസ് ചെയ്തത്. ചെറിയ ബോട്ടാണ് ഏറ്റവും ബെറ്റർ. അതുകൊണ്ട് ചെറിയ ബോട്ട് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് എൻജോയ് ചെയ്ത് നമുക്ക് തിരിച്ചു വരാൻ പറ്റും. അത് കൂടുതലും രാവിലെ പോയി കഴിഞ്ഞാൽ രാവിലത്തെ നല്ലൊരു വ്യൂവും കാഴ്ചകളും ലൈറ്റിങ്ങും ഒക്കെ രാവിലെ കിട്ടും. വൈകുന്നേരം വേറെ ടൈപ്പാണ് ഉണ്ടാവും. അപ്പം നമുക്ക് ഇഷ്ടമുള്ള സമയം നമ്മൾ തിരഞ്ഞെടുക്കുക. ഞങ്ങൾ വന്നത് വൈകുന്നേരമാണ്. വൈകുന്നേരം നല്ല അടിപൊളിയാട്ടോ. നമുക്ക് സൺസെറ്റ് കിട്ടുന്ന ദിവസമാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് സൺസെറ്റും കിട്ടും. അല്ലെങ്കിൽ തന്നെ സ്കൈ ഒക്കെ നല്ല വ്യൂ ആട്ടോ. അപ്പോൾ ഇതൊക്കെയായിട്ട് നമ്മുടെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക. കൂടുതൽ വീഡിയോയ്ക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ബോട്ടിന്റെ സ്രാഗ്. ചേട്ടൻ ഭയങ്കര സപ്പോർട്ടായിരുന്നു. നമുക്ക് ഇവിടെയുള്ള ഫുള്ള് കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നു. ചേട്ടൻ്റെ നമ്പറെല്ലാം പറഞ്ഞിട്ടുണ്ട്, എല്ലാം വീഡിയോയിലുണ്ട്. അപ്പോൾ ഈ ബോട്ട് വേണമെങ്കിൽ ഇവിടെ വന്നിട്ട് നമ്മൾ മറൈൻ ഡ്രൈവിലേക്ക് കയറുന്നതിൻ്റെ അവിടെ തന്നെയാണ് ഈ ബോട്ടിന്റെ സർവീസും തന്നെ കേട്ടോ. അപ്പം കയറുമ്പോൾ തന്നെ കിട്ടും. പിന്നെ ഈ ചേട്ടനെ തന്നെ വേണമെങ്കിൽ നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ ചേട്ടനെ കിട്ടും. മുൻകൂട്ടി അറിയിക്കണം. തലേന്ന് വിളിച്ചു പറഞ്ഞാൽ ചേട്ടൻ റെഡി ആയിട്ട് ഇരുന്നോളും. വരുന്നവര് യൂസ് ചെയ്യുക. നമുക്ക് ഇഷ്ടപ്പെട്ടു. നല്ല കിടിലൻ സാധനമാണ് അല്ലേ. നല്ല കായലിക്കൂടെയാണ് പോകണം. നമ്മൾ നേരത്തെ നമ്മൾ പുഴയക്കൂടെയൊക്കെ പോയിട്ടുണ്ടല്ലേ, മറ്റേ ചെറിയ ബോട്ടിൽ കൂടെയൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ ഇത് വേറൊരു സെറ്റപ്പ് ആട്ടോ. കൊച്ചിയുടെ ഫുള്ള് ഒരു ഏകദേശം നമുക്ക് ഫുള്ള് കവർ ചെയ്ത് നമുക്ക് തിരിച്ചു വരാം. നല്ല അടിപൊളിയാണ്. അപ്പം എല്ലാവർക്കും ബൈ. വേറൊരു വീഡിയോയിൽ ഉടനെ കാണാം.